IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ കേസെടുത്ത വിജിലൻസ് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ നിയമനത്തിനായി കോഴ വാങ്ങിയതിൽ MLA-ക്ക് പങ്കുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. വിജിലൻസ് ഇപ്പോൾ നിലവിൽ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ FIR ഇട്ടിരിക്കുകയാണ്. കേസിൽ ഒന്നാം പ്രതിയാക്കിയാണ് FIR ഇട്ടത്. DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, അതിൽ സാമ്പത്തിക ആരോപണങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഉയർന്നിരുന്നത്. ആ സാമ്പത്തിക ആരോപണങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങിയിരുന്നു. ആ കോഴയുമായി ബന്ധപ്പെട്ട IC ബാലകൃഷ്ണന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ ഉള്ള ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പ്രാഥമിക അന്വേഷണം. ആ പ്രാഥമിക അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറുടെ അനുമതിയെ തുടർന്ന് ഇപ്പോൾ വിജിലൻസ് സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേസിൽ ഒന്നാം പ്രതിയാണ്. ഇതിൽ പ്രധാനമായും ഈ സഹകരണ സ്ഥാപനങ്ങളിൽ നിയമനം നൽകാൻ വേണ്ടി അതുമായി ബന്ധപ്പെട്ട് നിയമനത്തിനായി കോഴ വാങ്ങി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം, പരാതി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്തിൽ, NM വിജയൻ എഴുതി വെച്ച കത്തിൽ IC ബാലകൃഷ്ണന്റെ പേര് പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേസമയം MLA പറയുന്ന കാര്യം ഇത് തന്റെ പേരോ ഒപ്പോ ഇല്ലാത്തതാണ്, ഇത് ബോധപൂർവം എഴുതി ചേർത്തതാണ് എന്നടക്കമുള്ള ആക്ഷേപങ്ങൾ MLA നേരത്തെ ഉന്നയിച്ചിരുന്നു. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് CPIM വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് IC ബാലകൃഷ്ണൻ MLA-യുടെ രാജി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ FIR ഇടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്.